ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലൈഫ് സയൻസ് അക്കാഡമി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഗ്ലൈക്കോജൻ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൈക്കോജൻ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് എന്താണ് മെറ്റബോളിസം. ബോത്ത് അനബോളിക് ആൻഡ് കാറ്റബോളിക് പ്രോസസ്സുകൾ ചേർന്നതാണ് മെറ്റബോളിസം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിൽ എങ്ങനെയാണ് ഗ്ലൈക്കോജൻ സിന്തസിസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ജനറലി ഗ്ലൈക്കോജൻ മെറ്റബോളിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ എങ്ങനെയാണ് ഗ്ലൈക്കോജൻ നമ്മുടെ ബോഡിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ മോണോസാക്രൈഡ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസുകളാക്കി ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാം അറിയാം എന്താണ് ഗ്ലൈക്കോജൻ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഗ്ലൈക്കോജൻ എന്താണ്? ഇറ്റ് ഇസ് എ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് മേഡപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഗ്ലൂക്കോസ് റെസിഡ്യൂസ്, നമ്പർ ഓഫ് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ചേർന്നുണ്ടായിട്ടുള്ള ഒരു പോളിസാക്രൈഡ് ആണ് എന്ത്? ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കോജന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ അനിമൽസിലെ സ്റ്റോറേജ് ഫോം ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ അതിന് പകരം നമ്മൾ സെല്ലുലോസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അനിമൽസിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഫോം ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന്റെ ലോങ് ചെയിൻസിനെയാണ് നമ്മൾ എന്താ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റോറേജ് ഫോം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡില് ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ലഞ്ച് കഴിച്ചാലും ഡിന്നർ കഴിച്ചാലും നമ്മൾ നോർമൽ ഒരു മീൽ എടുക്കുന്ന സമയത്ത് അതിൽ എന്തായാലും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ടാകും. അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എനർജി ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഇൻടേക്ക് ഗ്ലൂക്കോസ് ഇൻടേക്ക് നമ്മുടെ ബോഡിയിൽ നടക്കുകയാണെങ്കിൽ, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നമ്മുടെ ബോഡിയിലേക്ക് നടക്കുകയാണെങ്കിൽ അതിനെന്താ പിന്നീട് ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു സ്റ്റോറേജ് ഫോം ആണ് എന്ത്? ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണോ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഡിപ്ലീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് ആണ്, ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ നമ്മളൊന്ന് ഫുഡൊന്നും കഴിക്കുന്നത്, പക്ഷെ സ്റ്റിൽ നമ്മുടെ ബോഡിയിൽ പല സെൽസിനും വർക്ക് ചെയ്യാനായിട്ട് എന്ത് വേണം? ഗ്ലൂക്കോസ് ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. ആ സമയത്ത് ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം എന്തായിട്ട് കൊടുക്കാനായിട്ട്? ഗ്ലൂക്കോസ് ആയിട്ട് കൊടുത്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് എന്താണ് ഗ്ലൈക്കോജൻ? ജസ്റ്റ് പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നത്. അപ്പൊ ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഗ്ലൈക്കോജൻ ഇസ് എ പോളിമർ ഓഫ് ആൽഫ 1,4 ലിങ്ക്ഡ് ഡി ഗ്ലൂക്കോസ്. അതായത് ഇവിടെ ഫസ്റ്റ് ഒരു ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും, നെക്സ്റ്റ് ഒരു ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു പോളിമർ ആണല്ലേ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ദാറ്റ് ലിങ്കേജ്, ആൽഫ 1,4 ലിങ്കേജ്. ആൽഫ 1,4 ലിങ്കേജ് വഴിയാണ് എന്തുണ്ടായിരിക്കുന്നത്? ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസിന്റെ ആൽഫ 1,4 ലിങ്കേജ് വഴിയാണ് ഗ്ലൈക്കോജൻ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇതൊരു ലോ ലീനിയർ പോളിമർ എന്നതിനപ്പുറം ദേ ആർ ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ബ്രാഞ്ച്ഡ് ആണ്. എവിടെയാണ് ബ്രാഞ്ചസ് കാണുന്നത്? ഈ ഒരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇതാണ് ഒരു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൂക്കോസ് ആണ്. ഇതെല്ലാം ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ ആൽഫ 1,4 ലിങ്കേജ്. ഓക്കെ, ഇവിടെ ആൽഫ 1,4 ലിങ്കേജ് വഴിയാണ് എന്ത് ഫോം ചെയ്തിരിക്കുക? ഗ്ലൈക്കോജൻ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ നിന്ന് ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. ആൽഫ 1,6 ലിങ്കേജ് വഴി ബ്രാഞ്ച് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്ലൂക്കോസിന്റെ 6th കാർബണിലേക്ക് അവിടെ നിന്നും വേറൊരു ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണുമായിട്ട് ഒരു ബോണ്ട് വന്നിട്ട് അതൊരു ബ്രാഞ്ച് ആയിട്ട് മാറിയിരിക്കുന്നത്. ആ ബ്രാഞ്ചിലും ഒരു 8 to 40 അത്രയും നമ്പർ ഓഫ് റെസിഡ്യൂസ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഒരു ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്, പോളിസാക്രൈഡ് ആണ് എന്ത് പറയുന്നത്? ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലിങ്കേജ്. ആൽഫ 1,4 ആണ് മെയിൻ ചെയിനിന്റെ ആ ഒരു ഗ്ലൂക്കോസ് ബോണ്ടിങ് ലിങ്കേജ്. ബ്രാഞ്ചിൽ വരുന്ന സമയത്ത് ആൽഫ 1,6 ആണ്. ആൽഫ 1,6 എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് വരുന്ന സ്ഥലത്ത് മാത്രമാണ് ആൽഫ 1,6 വരുന്നത്. ബാക്കി എല്ലാ പോർഷനിലും ആൽഫ 1,4 തന്നെയാണ് വരുന്നത്. അത് മാറിപ്പോകരുത്, മറന്നു പോകരുത്.
α1,6 ലിങ്കേജ് വരുന്നത് ജസ്റ്റ് ആ ബ്രാഞ്ച് റേസ് ചെയ്യുന്ന പോയിന്റിൽ മാത്രമാണ് α1,6 വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. α1,4 ലിങ്കേജ് ആൻഡ് α1,6 ലിങ്കേജ് ബ്രാഞ്ചഡ് റെസിഡ്യൂലായിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി ഗ്ലൈക്കോജൻ എവിടെയാ കാണുന്നത്, എവിടെയാ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ മേജർ ആയിട്ടുള്ള ഗ്ലൈക്കോജൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒന്ന് ലിവർ ആൻഡ് രണ്ട് മസിലാണ്. ഈ രണ്ട് സെൽസിലുമാണ് മെയിൻ ആയിട്ട് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്ലൈക്കോജൻ എങ്ങനെയാ കാണുന്നത്? ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ദേ ആർ അക്രോസ് ഇൻട്രാസെല്ലുലാർ ഗ്രാന്യൂൾസ്, സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ആയിട്ടാണ് ഈ ഒരു സെൽസിലൊക്കെ സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ആയിട്ടാണ് ഗ്ലൈക്കോജൻ കാണുന്നത്. ഇപ്പൊ ഇൻട്രാസെല്ലുലാർ ഗ്രാന്യൂൾസ് ആണ് ഓഫ് അവരുടെ ഒരു ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 100 to 400 ആങ്സ്ട്രോം. ഓക്കെ, ഡയമീറ്റർ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. എവിടെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്? ലിവർ ആൻഡ് മസിൽ, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ദീസ് ഗ്രാനുൾസ് ആർ എക്സ്പെഷ്യലി പ്രോമിനന്റ് സെൽസ് ദാറ്റ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് യൂസ് ഓഫ് ഗ്ലൈക്കോജൻ. അതായത് മസിലിലും ലിവറിലുമാണ് കൂടുതലായിട്ട് കാണുന്നത് എന്ന് തന്നെയാണ് അവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഗ്ലൈക്കോജൻ ഒരു ഗ്രാനുൾസ് ആയിട്ട് കാണുമ്പോഴത്തേക്കും ഈ ഗ്രാനുൾസിനുള്ളിൽ എന്ത് കാണും? ഗ്ലൈക്കോജൻ സിന്തസിസിങ് എൻസൈംസും ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എൻസൈംസും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തായിട്ട് ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ് ആയിട്ട് കാണാനായിട്ട് പറ്റുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ലിങ്കേജ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്ലൈക്കോജൻ മെറ്റബോളിസം പറയുന്ന സമയത്ത് ഫസ്റ്റ് ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ പ്രോസസ്സ്. ഇപ്പൊ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജന്റെ ലൈസിസ്, ഗ്ലൈക്കോജീനോലൈസിസ്, അതാണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്ലൈക്കോജീനോലൈസിസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് സയന്റിസ്റ്റുമാരുടെ പേരാണ് കോൾ എഫ് കോറി ആൻഡ് ഗെർട്ടി ടി കോറി. ഓക്കെ, ഇവരാണ് ഒരു ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിനെ പറ്റിയിട്ട് കൂടുതൽ സ്റ്റഡീസ് നടത്തിയത്. അപ്പൊ അവരുടെ സ്റ്റഡീസിന്റെ ഫലമായിട്ട് അവർക്ക് 1947 ഫിസിയോളജി ഓർ മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, ഏതെങ്കിലും ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ രണ്ട് സയന്റിസ്റ്റുമാരുടെ പേര് കോൾ എഫ് കോറി ആൻഡ് ഗെർട്ടി ടി കോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവര് ഈ ഒരു ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെയൊക്കെ പറ്റി പഠിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ പ്രസൻസ് ആണ്. ആ ഒരു മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇവരെന്ത് ഈ ഒരു ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ സിസ്റ്റത്തിലേക്ക് അവർ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഗ്ലൈക്കോജീനോലൈസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് സൈറ്റ് എന്ന് പറയുന്നത് ലിവർ ആൻഡ് മസിലാണ്. അപ്പൊ ലിവറിലും മസിലിലും ഈ ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. പക്ഷെ രണ്ടിലും അവരുടെ നീഡ് വ്യത്യാസമാണ്. അപ്പൊ ലിവറിലും കുറച്ച് ഗ്ലൈക്കോജൻ ഉണ്ട്, മസിലിലും കുറച്ച് ഗ്ലൈക്കോജൻ ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ടും നടക്കുന്ന ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കുന്ന ഗ്ലൂക്കോസ് എന്ത് ആവശ്യത്തിനാണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മസിലിന്റെ കേസിലേക്ക് പോവാം. മസിലിൽ എന്താണ് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയത്ത് മസിലിന് എന്താ അത്രയും എനർജി ആവശ്യമുണ്ട്. അപ്പൊ ഗ്ലൂക്കോസ് കിട്ടാത്ത സമയത്താണെങ്കിൽ അവർ ആലോചിക്കുന്നത് എന്താണ്? ഓൾറെഡി അവിടെ സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് എടുക്കുക. ആ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എനർജി എടുക്കാം. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരു സഡൻ ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മസിലില് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. മസിലിന് ഒരു പെട്ടെന്ന് ഒരു ATP നീഡിന് വേണ്ടിയിട്ടാണ് മസിലില് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ലിവറിലേക്ക് വരുന്ന സമയത്ത് ലിവറിൽ മേജറായിട്ട് ഈ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മുടെ മീൽസ്. നമ്മളിപ്പോ ചിലരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ രാത്രിയായിരിക്കും ഡിന്നർ കഴിക്കുന്നത്. ഇൻ ബിറ്റ് ആ മീൽസിന്റെ ഇടയിൽ കുറെ ടൈം ഉണ്ടല്ലേ. അപ്പൊ ആ സമയമെല്ലാം നമ്മുടെ സെൽസിന് എന്താണ് എനർജി ആവശ്യമാണ്. അപ്പൊ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോഡി യൂസ് ചെയ്യുന്ന മോളിക്യൂൾ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ഫാറ്റി ആസിഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിൻ
ബ്രെയിനിന് എന്താണ്, ബ്രെയിനിന്റെ മേജർ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് വേണം ബ്രെയിനിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ കൂടെ ഗ്ലൂക്കോസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ബ്രെയിനിന് വേണ്ടുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ബോഡി കൊടുത്തോണ്ടിരിക്കണം. അപ്പം എന്താ ബ്രെയിനിന് വേണ്ടത് അങ്ങനെയുള്ള ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കുക, നമ്മള് ഫാസ്റ്റിംഗ് ഉള്ള സമയത്തൊക്കെ കൊടുക്കുക. അതാണ് എന്താണ് ലിവറിൽ ഗ്ലൈക്കോജീനോലൈസിസ് നടക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഓക്കെ, ആ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് സെൽസിന് ഗ്ലൂക്കോസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലിവറിലെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓക്കെ, അത് നമുക്ക് പറയാം ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യിക്കുക, ഇതാണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക എന്തിന് ലിവറിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നു, എന്തിന് മസിലിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നു, അത് മനസ്സിലാക്കിയിരിക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പ്രോസസ് എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് എന്നുള്ള പ്രോസസ് ഒക്കെ സെയിം ആണ്, പക്ഷെ അവരുടെ ആ ഒരു ആവശ്യകത, നീഡ് എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗ്ലൈക്കോജൻ ഉണ്ട്, ഇത് സ്റ്റോർഡ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ ആണല്ലോ. അപ്പൊ ഈ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പൊ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള സ്റ്റെപ്പുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഈ പറയുന്ന സമയത്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിലേക്ക് നമ്മൾ എത്തും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഗ്ലൈക്കോജന്റെ ഫേറ്റ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഫേറ്റ് നോക്കുന്ന സമയത്ത് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തിലേക്ക് എൻ്റർ ചെയ്യാം, ഗ്ലൈക്കോളിസിസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോളിസിസ് നമ്മൾ പഠിച്ചതാണ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അത് ആ ഒരു പാത്വയിൽ എവിടെയാണ് വരുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫേറ്റ് എന്ന് പറയുന്നത് ദേ ക്യാൻ എൻ്റർ ടു ദ ഗ്ലൈക്കോളൈസിസ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട് പൈറുവേറ്റ് ഉണ്ടാകാം. പൈറുവേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പൈറുവേറ്റിന്റെ ഫേറ്റ് നമുക്ക് ഫെമിലിയർ ആണ്. പൈറുവേറ്റ് എന്തൊക്കെയായിട്ട് മാറാം, ഫെർമെന്റേഷൻ പ്രോസസ്സുകൾക്ക് പോകാം, അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷനിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് ATP പ്രൊഡക്ഷൻ നടത്താം. അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫേറ്റ്. രണ്ടാമത്തെ ഫേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലിവറിൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ നടക്കുന്നതിന്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് നമുക്ക് കൺവേർട്ട് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കുക. അതാണ് രണ്ടാമത്തെ ഫേറ്റ്. ബ്ലഡിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതർ ടിഷ്യൂസിന് യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എൻ്റർ ടു ദ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഗ്ലൈക്കോളിസിസ് അല്ലാതെ നടക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. ഗ്ലൂക്കോസ് ഓക്സിഡേഷന്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ് എന്ത്, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് അവർക്ക് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറ്റാനായിട്ട് പറ്റും, NADPH അതുപോലെ തന്നെ റൈബോസ് പ്രൊഡക്ഷൻ ഒക്കെ നടത്താനായിട്ട് പറ്റും. അപ്പൊ ഇത് ഇത്രയാണ് ഒരു ഗ്ലൈക്കോജന്റെ ഫേറ്റ് നമ്മുടെ സെല്ലിൽ വരുന്നത്. മനസ്സിലാക്കിയിരിക്കുക എന്തിനാണ് ഗ്ലൈക്കോജന്റെ ഇമ്പോർട്ടൻസ്, ഗ്ലൈക്കോജൻ മെറ്റബോളിസം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റെപ്പുകൾ, 3 സ്റ്റെപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. വളരെ ചെറിയൊരു പാത്വേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന എൻസൈമിന്റെ പേരാണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ പാത്വേ സ്റ്റാർട്ട് വിത്ത് ദ എൻസൈം ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്. അപ്പൊ ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുന്നത്, ഗ്ലൈക്കോജൻ മോളിക്യൂൾസിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഫിഗർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിൽ ഇതൊരു ഗ്ലൈക്കോജൻ മോളിക്യൂളിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അവരുടെ മെയിൻ ചെയിൻ ആണ്. ഈ കോർ വെച്ച് കാണിച്ചിരിക്കുന്നത് മെയിൻ ചെയിൻ ആണ്. പിന്നെ ഇവിടെ നിന്ന് എന്താ ബ്രാഞ്ച് എറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം α1,4 ലിങ്കേജ് ആണ്, ഇവിടെ മാത്രമാണ് α1,6 ലിങ്കേജ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എൻസൈം ആണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫ്രം ദ ഗ്ലൈക്കോജന്റെ നോൺ റെഡ്യൂസിങ് എൻഡിൽ നിന്നും. ഇവിടെയാണ് നോൺ റെഡ്യൂസിങ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ റെഡ്യൂസിങ് എൻഡിൽ നിന്നാണ് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അതിന്റെ റെഡ്യൂസിങ് എൻഡ് ആണ്. ഓക്കെ, റെഡ്യൂസിങ് എൻഡ് ഇവിടെ ഫ്രീ ആയിരിക്കില്ല. ഇപ്പൊ നോൺ റെഡ്യൂസിങ് എൻഡിൽ നിന്നും ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനായിട്ട് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്
കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം സാധാരണ നമ്മൾ ഈ ബ്രേക്ക് ഡൗൺ പ്രോസസ്സിൽ കുറച്ച് പഠിച്ചിട്ടുള്ള സമയത്ത് വാട്ടറിന് കൊടുത്ത് ബോണ്ട് ക്ലീവ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് ഒരു വ്യത്യാസമുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈം ഈ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെയും ഈ ഗ്ലൈക്കോജൻ മോളിക്യൂളിൽ നിന്നും ബ്രേക്ക് ചെയ്തെടുക്കുന്നത് ഇനോർഗാനിക് ഫോസ്ഫേറ്റിന് കൊടുത്തുകൊണ്ടാണ്. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു ലോങ് ചെയിൻ ആണ്. ഇത് ഓരോ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നതും ഓരോ എന്താണ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്. ഇതെല്ലാം ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ് ആ ഒരു ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇവിടെ ഈ ഒരു എൻഡിലുള്ള ഗ്ലൂക്കോസിനെ അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കും. അപ്പൊ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ വാട്ടർ ആഡ് ചെയ്ത് എടുക്കുന്ന കുറെ എൻസൈംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വാട്ടർ ആഡ് ചെയ്തല്ല ചെയ്യുന്നത്. ഇവിടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റിന് കൊടുത്തുകൊണ്ടാണ് ഗ്ലൂക്കോസിന് അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ആ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഗ്ലൂക്കോസ് എന്തായിട്ട് കിട്ടും? ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ട് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൈക്കോജൻ എൻ റെസിഡ്യൂ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ഉണ്ട്. അതിലേക്ക് ഇനോർഗാനിക് ഫോസ്ഫേറ്റിന് കൊടുത്തുകൊണ്ട് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റും കൂടാതെ ഗ്ലൈക്കോജൻ N- റെസിഡ്യൂ ആയിട്ട് മാറും. ഇപ്പൊ ഒരു 1000 ഗ്ലൂക്കോസ് റെസിഡ്യൂ ഉള്ള ഒരു ഗ്ലൈക്കോജൻ മോളിക്യൂൾ ആണെങ്കിൽ അവരെ ക്ലീവ് ചെയ്യുന്ന സമയത്ത് ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ കൊടുത്തുകൊണ്ട് അവിടെ നോൺ റെഡ്യൂസിങ് എൻഡിലുള്ള ആദ്യത്തെ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ അവർ പൊട്ടിച്ചെടുക്കുമ്പോൾ അവർ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കി എന്തായിരിക്കും? 99 റെസിഡ്യൂ ഉള്ള ആ ചെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ആ ഒരു പാത്വേയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ആയിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ആർക്ക്? ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിന്. അതാണ് ആദ്യത്തെ എൻസൈം. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, അപ്പൊ ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ഇങ്ങനെ ആ അറ്റത്തുനിന്ന് എൻഡിൽ നിന്ന് പൊട്ടിച്ച് വരികയാണ്. അത് മെയിൻ ചെയിനിൽ നിന്നും പൊട്ടിച്ചെടുക്കും. ആ ബ്രാഞ്ച് ആയിട്ട് പോയിരിക്കുന്നില്ല, ആ ചെയിനിൽ നിന്നും പൊട്ടിച്ചെടുത്തോണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി എല്ലാ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെയും അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. ഇൻ ബിറ്റ്വീൻ അവർക്കൊരു തടസ്സം വരും. ഓക്കെ, ആ ബ്രാഞ്ച് ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് അവർക്കൊരു തടസ്സം വരും. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ആ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിന് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റാതാവും. അപ്പൊ അവിടെ വേറൊരാളുടെ ഹെൽപ്പ് വേണം, വേറൊരു എൻസൈംസ് വരണം. അങ്ങനെ വരുന്ന എൻസൈംസ് ആണ് ഗ്ലൈക്കോജൻ ഡീബ്രാഞ്ചിങ് എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്ലൈക്കോജൻ ഡീബ്രാഞ്ചിങ് എൻസൈംസ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാല് വീണ്ടും നമുക്ക് ആ ഒരു പഴയ ഇമേജിലേക്ക് വന്നു കഴിഞ്ഞാല് ഇത് നോക്കിയേ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ബ്രാഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഈ ഓരോ എൻഡിൽ നിന്നുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെയാണ് ഇങ്ങനെ പൊട്ടിച്ച് വരുന്നത്. ഇപ്പൊ ബ്രാഞ്ചിലുള്ള ഗ്ലൂക്കോസിനെ ഇളക്കും, എന്താണ് മെയിൻ ചെയിനുള്ളതിനെ അവർക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഈ ബ്രാഞ്ചിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ്, ആ ഒരു അകലത്തിലുള്ള ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ഇവർക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് എവിടെയാണോ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ അതിനടുത്ത് ചേർന്ന് കിടക്കുന്ന 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ്, 4 to 5 ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ഇങ്ങനെ എന്താ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ആർക്ക് പറ്റില്ല? ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈമിന് പറ്റില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ബ്രാഞ്ചിങ് എൻസൈംസിന്റെ ആവശ്യം. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബ്രാഞ്ചിനെ മാത്രം കൺസിഡർ ചെയ്താൽ ആദ്യത്തേതിനെ കട്ട് ചെയ്തു, രണ്ടാമത്തേനെ കട്ട് ചെയ്തു, മൂന്നാമത്തേനെ കട്ട് ചെയ്തു, 4, 5 ഇതിനെല്ലാം കട്ട് ചെയ്തു. പിന്നെ അതുപോലെ ഈ ഒരു ഫിഗർ നോക്കിയാൽ 1നെ കട്ട് ചെയ്തു, 2നെ കട്ട് ചെയ്തു, 3നെ കട്ട് ചെയ്തു. അപ്പൊ മൊത്തം ഒരു 8 പേരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചില് ഒരു ചെറിയൊരു 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റ് ബ്രാഞ്ച്, ഒരു ലിമിറ്റ് ചെയിൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എങ്ങനെ ഇവരെ കട്ട് ചെയ്ത് കളയും? കാരണം ഇവിടെ ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ചുമായിട്ട് ചേർന്ന് കിടക്കുന്ന 4 ഗ്ലൂക്കോസുകളെ ഡയറക്ട്ലി കട്ട് ചെയ്ത് കളയാനായിട്ട് ഇവർക്ക് പറ്റില്ല. ഓക്കെ, അതെങ്ങനെ ചെയ്യുമെന്നാണ് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ആണ് നമ്മൾ എന്താ ഗ്ലൈക്കോജൻ ഡീബ്രാഞ്ചിങ് എൻസൈംസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഡീബ്രാഞ്ചിങ് എൻസൈംസിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ ഫോസ്ഫോറിലേസ് വന്ന് ആക്ട് ചെയ്ത് പോയതിനു ശേഷം ആ ബ്രാഞ്ചിൽ ബാക്കി നിൽക്കുന്ന 4 ഗ്ലൂക്കോസിലെ ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഗ്ലൂക്കോസ് ഉൾപ്പെടെ 4 പേരുണ്ട്. അപ്പൊ ഈ 3 പേരെയും അവിടെ നിന്ന് എടുത്തിട്ട് താഴത്തെ മെയിൻ ചെയിനിലേക്ക് കൊടുക്കും ബൈ ദ എൻസൈം ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ഈ 3 പേര് ആ ഒരു
ട്രൈസാക്രൈഡ്സിനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് താഴത്തെ മെയിൻ ചെയിനിലേക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ലെങ്ത് കിട്ടി. അപ്പൊ 3 പേരും കൂടി ഇവിടെ 1 2 3 3 പേരും കൂടി ഇവിടെ ആഡ് ആയി. അപ്പൊ വീണ്ടും ഫോസ്ഫോറിലേസിന് വന്നിട്ട് 1 2 3 ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഈ ബ്രാഞ്ച് ഇവിടെ വീണ്ടും ഉണ്ട്, ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബ്രാഞ്ചിലിരിക്കുന്ന ആ ഒരു എൻസൈമിനെ, ആ ഒരു ഗ്ലൂക്കോസ് റെസിഡ്യൂവിനെ കൂടി അവിടെ നിന്നും ഡീഗ്രേഡ് ചെയ്ത് കളയണം. ഡീഗ്രേഡ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് വരുന്ന രണ്ടാമത്തെ എൻസൈമാണ് α16 ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞത് നമ്മൾ ഫോസ്ഫോറിലേസിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞ് ബാക്കിയായിരിക്കുന്നത് ഇത്ര സ്ട്രക്ചർ ആണ്. അപ്പൊ രണ്ടാമത് ഡി ബ്രാഞ്ചിങ് എൻസൈംസ് വരുന്ന സമയത്ത് ഡി ബ്രാഞ്ചിങ് എൻസൈംസില് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ആക്റ്റീവ് സൈറ്റില് കാറ്റലിറ്റിക് ആക്ടിവിറ്റി വെച്ചിട്ട് ഈ ലിമിറ്റ് ബ്രാഞ്ചില് ബാലൻസ് നിൽക്കുന്ന ആ ഒരു ട്രൈസാക്രൈഡ്സിനെ താഴത്തെ ബ്രാഞ്ചിലേക്ക് അവര് മാറ്റിയിട്ടുണ്ട്. ബ്ലൂ കളർ താഴേക്ക് വന്നിട്ടില്ലേ, മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോസ്ഫോറിലേസിന് വീണ്ടും വന്ന് ആക്ട് ചെയ്യാം. വീണ്ടും 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് സ്റ്റിൽ അവിടെ ഉണ്ടെങ്കിൽ, ഒരു ബ്രാഞ്ച് ആയിട്ട് അവിടെ എറേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു α16 ലിങ്കേജ് ആയിട്ട് ഒരു ബ്രാഞ്ച് ആയിട്ട് ഒരു റെസിഡ്യൂ പോലും ഉണ്ടെങ്കിൽ വീണ്ടും ആ അടുത്തുള്ള 4 പേരെ കട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രാഞ്ചിനെ ഇവിടെ നിന്ന് എടുത്തു കളയണം. അപ്പൊ ബ്രാഞ്ചിനെ അവിടെ നിന്ന് എടുത്തു കളയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് α16 ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന ആള്. ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന ഡീ ബ്രാഞ്ചിങ് എൻസൈം. അവര് വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് ആ ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റും, ഗ്ലൂക്കോസ് ആയിട്ട് അവിടുന്ന് എടുത്തു കളയും. ഓക്കെ, ഈ നമ്മുടെ ഒരു ഗ്ലൈക്കോജൻ ഡീഗ്രഡേഷൻ പാത്വേ നോക്കുന്ന സമയത്ത് ഈ ഫോസ്ഫോറിലേസ് ബ്രേക്ക് ചെയ്ത് മാറ്റിയ ഓരോ സിംഗിൾ ഗ്ലൂക്കോസ് റെസിഡ്യൂസ് എന്തായിട്ടാണ് കിട്ടിയത്, ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഗ്ലൂക്കോസ് ആയിട്ടല്ല നമുക്ക് കിട്ടിയത്, ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ടാണ് കിട്ടിയത്. പക്ഷേ നമ്മുടെ ഡീ ബ്രാഞ്ചിങ് എൻസൈംസ് എടുത്ത് കളയുന്ന ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ പറയുന്ന സമയത്ത് ഒരു 10% ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ഇറ്റ്സെൽഫ് ഗ്ലൂക്കോസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ബാക്കിയുള്ളത് എന്താ, ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ടായിരിക്കും റിലീസ് ആവുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എൻസൈംസിന്റെ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈം എന്താണ്, വാട്ടർ ആഡ് ചെയ്ത് ക്ലീവ് ചെയ്യുന്ന ഒരു എൻസൈം ആയിരുന്നില്ല. അവർ ഇനോർഗാനിക് ഫോസ്ഫേറ്റിന് ആഡ് ചെയ്താണ് ക്ലീവ് ചെയ്തത്. അപ്പൊ ആഡ് ചെയ്യുന്ന ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എങ്ങോട്ടാണ് ആഡ് ചെയ്തത്, ആ ഒരു ഇൻഡിവിജ്വൽ ഗ്ലൂക്കോസ് റെസിഡ്യൂസിന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് കിട്ടിയത്. ഇവിടെ ഈ ക്ലീവ് ചെയ്ത എൻസൈം ഗ്ലൂക്കോസ് 16 ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്തത്, വാട്ടർ കൊടുത്ത് ക്ലീവ് ചെയ്തപ്പോ ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അതാണ് ഇവിടുത്തെ വ്യത്യാസം. അത് മനസ്സിലാക്കിയിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഇതിനെയും കൂടി ഇവിടുന്ന് ക്ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഞ്ച് വരുന്നതിലുള്ള ഒരു പ്രശ്നം നമുക്ക് മാറ്റിക്കിട്ടി. ഇനി നമ്മുടെ എന്താ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിന് വന്നിട്ട് ഓരോന്നിനായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റിലീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതാണ് രണ്ടാമത് നടന്നിരുന്ന സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ വീണ്ടും ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള എല്ലാവരെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിനോട് അടുത്തിരിക്കുന്ന ആ ഒരു 4 പേരെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്രാഞ്ചിൽ ആ ഒരു ബാലൻസ് ആവുന്ന ആ ഒരു ചെയിനിന് നമ്മൾ എന്താ ലിമിറ്റ് ബ്രാഞ്ച് എന്ന് പറയും. അതിനുശേഷം വരുന്ന ഡി ബ്രാഞ്ചിങ് എൻസൈംസ് ഈ ലിമിറ്റ് ബ്രാഞ്ചിലുള്ള ട്രൈസാക്രൈഡ്സിനെ മെയിൻ ബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കും, താഴെയുള്ള നോൺ റെഡ്യൂസിങ് എൻഡിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഫോസ്ഫോറൈലോസിസ് എന്ന് പറയുന്ന പ്രോസസ്, അതായത് നമ്മുടെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ചെയ്ത ആ പ്രോസസ് ഇല്ലേ, അതിനെയാണ് ഫോസ്ഫോറോലൈസിസ്, അതായത് ഫോസ്ഫോർ ഉപയോഗിച്ച് നടത്തിയ ലൈസിസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡി ബ്രാഞ്ചിങ് എൻസൈംസ് വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു, ബ്രാഞ്ചിനെ കളഞ്ഞു, ഇനി ഓരോന്നിനായിട്ട് വീണ്ടും കട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇത്രയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാല് ഇതിന്റെ ലാസ്റ്റ് ഒരു ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിലെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആക്ഷൻ ഓഫ് ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോ എന്താണ് കിട്ടിയത്, ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ടാണ് ഗ്ലൂക്കോസ് റെസിഡ്യൂസ് കിട്ടിയത്. ഓക്കെ,
ബാക്കി ഒരു 10% എന്ത് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. അപ്പൊ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൈക്കോജന്റെ ഫേറ്റില് അവർക്ക് ഗ്ലൈക്കോളിസിസിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിലും എന്താണ് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിലും ഇനി ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ അവർക്ക് എന്താണ് വേറെ സെൽസിന് കൊടുക്കണമെങ്കിലും അവർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം. അപ്പൊ ഈ കിട്ടിയ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിനെ എങ്ങനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കാം? അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് ബൈ ദ എൻസൈം ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻസൈം ഉണ്ടല്ലോ ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസ്, അവരുടെ ആക്റ്റീവ് സൈറ്റിൽ ഒരു ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള സെറിൻ റെസിഡ്യൂ ഉണ്ട്. അവിടേക്കാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് വരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ഫോസ്ഫേറ്റ് ഉണ്ട്. ഇനി നമ്മുടെ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ട്? സെറിൻ റെസിഡ്യൂ ഉണ്ട്. ആ സെറിൻ റെസിഡ്യൂസിന്റെ ഫോസ്ഫേറ്റിനെ അവർ 6th പൊസിഷനിലേക്ക് കൊടുക്കുന്നു. 6th പൊസിഷനിലേക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഇരുന്ന ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ തിരിച്ച് സെറൈന് കൊടുത്തുകൊണ്ട് അവർ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് എന്ത് ബ്രേക്ക് ഡൗണിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ ദ എൻസൈം ഏതാണ്? ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസ്. അത് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഇത്രയും 3 സ്റ്റെപ്പുകളാണ്. ആദ്യം വന്ന ആള് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് വന്നു, ദെൻ ഡീബ്രാഞ്ചിങ് എൻസൈംസ് വന്നു, പിന്നെ വന്നത് ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസ്. ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസിന്റെ ആക്ഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരെയാണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെയാണ് കിട്ടുന്നത്. ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന്റെ ഫേറ്റ് എന്താണ്? ദേ ക്യാൻ എൻ്റർ ഇൻടു ഗ്ലൈക്കോളൈസിസ്. അപ്പൊ മസിൽ സെൽസിലാണ് നടക്കുന്നതെങ്കിൽ ഈ കിട്ടിയ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ എന്തായിട്ട് മാറ്റാൻ പറ്റും? ഡയറക്ട്ലി എന്തായിട്ട് ഗ്ലൈക്കോസിലിസിസ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആക്കുന്നു, 1,6-ബിസ്ഫോസ്ഫേറ്റ് ആക്കുന്നു, ഗ്ലൈക്കോളിസിസ് പ്രോസസ് നടക്കുന്നു, എനർജി ഉണ്ടാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലേക്ക് എൻ്റർ ചെയ്ത് NADPH പ്രൊഡക്ഷൻ നടക്കാൻ, റൈബോസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് എന്താ നമുക്ക് മസിൽ നടത്താൻ പറ്റുക. ഇനി ലിവറിൽ ഇത് നടക്കുന്നതിന്റെ മേജർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആക്കി തന്നെ സെൽസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൊടുക്കണ്ട, ഗ്ലൂക്കോസ് ആക്കി തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ് കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ നോക്കുന്നത് അപ്പൊ ഓക്കെ, ഇത് ഒരു കംപ്ലീറ്റ്ലി ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ ലിവറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ലിവറിന്റെ ഉദ്ദേശം ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പോലുള്ള സെൽസിന് ഗ്ലൂക്കോസിനെ പ്രൊവൈഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ലിവർ സെൽസിനുള്ളിൽ ഇപ്പൊ എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സെല്ലിനുള്ളിൽ. അപ്പൊ ഒരിക്കലും ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് സെല്ലിൽ നിന്നും ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെ പോസിബിൾ അല്ല. ഗ്ലൂക്കോസ് ആയിട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്നത് തന്നെ ഒരു മോളിക്യൂളിനെ സെല്ലിനുള്ളിൽ എൻട്രാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് ആ ഒരു ലിവർ സെല്ലിൽ നിന്ന് ഡയറക്റ്റ് പുറത്തേക്ക് പോയി ബ്ലഡിൽ കൂടെ ബ്രെയിനിൽ എത്താനായിട്ട് പറ്റില്ല. ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ അവർ പുറത്തു പോകണം. അപ്പൊ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ ആ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് കളയുക, ആ ഒരു ഫോസ്ഫോറിലേഷൻ കളയുക. ഫോസ്ഫോറിലേഷൻ കളയുന്ന ആൾക്കാർ ആരാണ്? ഫോസ്ഫറ്റേസുകൾ. ഫോസ്ഫോറിലേഷൻ കൊടുക്കുന്ന ആൾക്കാർ കൈനേസ് ആണെങ്കിൽ ഫോസ്ഫോറിലേഷൻ റിമൂവ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ഫോസ്ഫറ്റേസുകൾ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഫോസ്ഫറ്റേസ് വരണം. ഒരു ഫോസ്ഫറ്റേസ് വന്നിട്ട് ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന്റെ ആ ഒരു ഫോസ്ഫോറിലേഷൻ കളഞ്ഞ് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, ഗ്ലൂക്കോസ് ആക്കി മാറ്റിയത്. അപ്പൊ ഇങ്ങനെ വരുന്ന, അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ലിവറിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു ബൈ ദ എൻസൈം ഗ്ലൂക്കോസ് 6-ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ഇനി ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് നമ്മുടെ ERലാണ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലാണ്. നമ്മുടെ ഈ ഡീഗ്രഡേഷൻ പ്രോസസ്സുകളെല്ലാം നടന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, സൈറ്റോപ്ലാസത്തിലല്ല ഈ പർട്ടിക്കുലർ എൻസൈം കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടായ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെയാണ് ഈ ഫോസ്ഫറ്റേസ് എൻസൈം ഇരിക്കുന്നത്. ആ ഒരു പാത്വേ ആണ് ഈ ഒരു ഫിഗറിലുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, സൈറ്റോപ്ലാസം സൈറ്റോസോളിലാണ് നമുക്ക് ഈ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നത്. ഇതിപ്പോ നമ്മൾ ലിവർ സെല്ലിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ സൈറ്റോപ്ലാസത്തിലുണ്ട് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ട്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം.
അപ്പൊ എങ്ങനെ കൊണ്ടുപോകും? ഏതെങ്കിലും ട്രാൻസ്പോർട്ടർ വഴിയേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ERന്റെ മെംബ്രെയിനിൽ എന്താണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ട്രാൻസ്പോർട്ടർ, ആ ട്രാൻസ്പോർട്ടറിനെ നമ്മൾ T1 ട്രാൻസ്പോർട്ടർ എന്ന് വിളിക്കും. T1 ട്രാൻസ്പോർട്ടർ വഴി ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുള്ളിൽ വരും. ERന്റെ ലൂമനിലാണ് ആ ഒരു പർട്ടിക്കുലർ എൻസൈം ഗ്ലൂക്കോസ് 6-ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫോസ്ഫറ്റേസ് എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിന് ഗ്ലൂക്കോസും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഈ ഗ്ലൂക്കോസിന് എന്താ തിരിച്ച് സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഗ്ലൂക്കോസിന് തിരിച്ച് സൈറ്റോപ്ലാസത്തിലേക്ക് വിടുന്നത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ വഴിയാണ് T2. ഈ T2 ട്രാൻസ്പോർട്ടർ എവിടെയാണ് കാണുന്നത്? ERന്റെ മെംബ്രെയിനിലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ സൈറ്റോപ്ലാസത്തിലേക്ക് കളയുന്നു ബൈ PI ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ T3 ട്രാൻസ്പോർട്ടർ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് 3 ട്രാൻസ്പോർട്ടർ, T1, T2, T3 ട്രാൻസ്പോർട്ടർ, ഇങ്ങനെ 3 ട്രാൻസ്പോർട്ടറുകൾ ഉണ്ട്. അതായത് ആരൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് അറിയാം. ഓക്കെ, ഇപ്പൊ സൈറ്റോപ്ലാസത്തിൽ എന്ത് ഗ്ലൂക്കോസ് എത്തി? ഫ്രീ ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സൈറ്റോപ്ലാസത്തിൽ എത്തി. ഇനി ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ബ്ലഡിലേക്ക്. അപ്പൊ നമ്മൾ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറുകളെയാണ് നമ്മൾ ഗ്ലൂട്ട് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഓരോ സ്പെസിഫിക് സെൽസിനും സ്പെസിഫിക് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ ബ്ലഡ് സെൽസിലേക്ക് അല്ലെങ്കിൽ കാപ്പിലറീസിലേക്ക് ട്രാൻസ്പോർട്ട് നടക്കാനായിട്ട് അവിടെയുള്ള ഗ്ലൂട്ടാണ് GLUT2. അപ്പൊ ഈ ഗ്ലൂക്കോസിനെ GLUT2 വഴി നമ്മുടെ എന്താ ബ്ലഡ് കാപ്പിലറീസിലേക്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടായ ഗ്ലൂക്കോസ് എങ്ങോട്ട് വരാം? ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം അവർക്ക് എന്തിലേക്ക് പോവാം? ഏത് ഓർഗനിലാണോ ഗ്ലൂക്കോസിന്റെ ആവശ്യം അങ്ങോട്ട് പോവാം. അപ്പൊ ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിനിലേക്ക് പോകാം. ഇനിയിപ്പം മസിലിന്റെ കേസിൽ ആക്റ്റീവ്ലി എക്സസൈസ് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഗ്ലൂക്കോസ് പോരാതെ വന്നാൽ പുറത്തുനിന്ന് കൊടുക്കണമല്ലേ. ഇപ്പൊ മസിലിലേക്ക് പോകാം. വേറെ ഏതെങ്കിലും RBC ഉണ്ടെങ്കിൽ RBCക്ക് കൊടുക്കാം. അപ്പൊ എവിടെയാണോ ഗ്ലൂക്കോസിന്റെ ഫ്രീ ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിന്റെ ആവശ്യം അങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഗ്ലൂക്കോജീനോലൈസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എൻസൈംസുകളുടെ പേര് അറിഞ്ഞിരിക്കുക. അവിടെ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ. വളരെ 3 എൻസൈംസ് മാത്രമാണുള്ളത്. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ ട്രാൻസ്പോർട്ടറുകൾ T1, T2, T3 ട്രാൻസ്പോർട്ടറുകൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു എൻസൈമുകൾക്കും ട്രാൻസ്പോർട്ടറുകൾക്കും ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഒരുപാട് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.